ഈ തെരഞ്ഞെടുപ്പിൽ UDF ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയനെ സ്തുതിക്കുകയാണ് യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടത്. UDFകാർക്ക് അധികാരത്തിലെത്താനുള്ള ഏറ്റവും വലിയ സാധ്യത ഇപ്പോൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് പിണറായി വിജയൻ ഈസ് ലീഡിങ് ദ LDF. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടാൻ കാരണം ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു ലക്ഷം ഇരട്ടി കൂടുതൽ. കാരണം ആര്യ രാജേന്ദ്രന് 5 വർഷം ഇരുന്ന് CPM ഒരു കഴുക്കോലായിട്ട് ഭരിക്കാൻ മാത്രമേ ഇയാളതല്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം, ആ 10 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു രീതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. CPM സത്യം പറഞ്ഞാൽ വരി ഉടച്ച് ഇല്ലാതാക്കി അയാളുടെ കഷത്തിൽ ഒടിച്ചു മടക്കി പോകുക, അല്ലെങ്കിൽ അയാളുടെ കാലിൻ്റെ ചവിട്ടടിയിലേക്ക് കൊണ്ടുപോവുക ചെയ്തില്ലേ? അയാൾ എന്താ യഥാർത്ഥത്തിൽ ചെയ്തത്? CPM എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ എല്ലാ വ്യക്തിത്വവും തകർത്തു. CPM എന്ന് പറഞ്ഞ പാർട്ടി, ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്താ? അവരുടെ നയങ്ങൾ നടപ്പിലാക്കുകയാണ് അവരുടെ മുഖ്യമന്ത്രി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പാർട്ടി സെക്രട്ടറിയേക്കാളും താഴെയാണ് മുഖ്യമന്ത്രി. VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ലെജൻഡറി ഫിഗർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പോലും ആ മുഖ്യമന്ത്രി ഭരിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു. കാരണം എന്താണ്? പാർട്ടിയുടെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് മുഖ്യമന്ത്രി. മനസ്സിലായില്ലേ? ഇയാൾ എന്താ ചെയ്തത്? ഇയാൾ പാർട്ടി സെക്രട്ടറിയെ വെറും ഒരു ഊച്ചാളിയാക്കി മാറ്റിക്കളഞ്ഞില്ലേ? ഇയാൾ പോയതോടുകൂടി പാർട്ടിയുടെ അധികാരം ഇയാൾ എടുത്തുകൊണ്ട് പോയില്ലേ? ഇപ്പോഴും പാർട്ടിയുടെ തീരുമാനങ്ങൾ മുഴുവൻ അയാളല്ലേ എടുക്കുന്നത്. അയാൾ പറയും 2 തവണ മത്സരിച്ചാൽ മതി എന്ന് അയാൾ പറയും. 75 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ മത്സരിക്കേണ്ടെന്ന് അയാൾ പറയും. പിന്നീട് അയാൾ പറയും പിന്നെ 2 ടേം എന്നുള്ളത് നമുക്ക് വേവ് ചെയ്യാമെന്ന് അയാൾ പറയും. അയാളുടെ മരുമകനെ നിർത്താൻ അയാൾ. അപ്പോൾ പാർട്ടിയുടെ ആധികാരികതയും പാർട്ടിയുടെ അതോറിറ്റിയും പരിപൂർണമായിട്ട് ഇയാൾ നശിപ്പിച്ചു. 2 ഏകാധിപത്യമാണ് ഏറ്റവും വലുത് എന്ന് ഇയാൾ തെളിയിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ അയാളുടെ ഭരണം നോക്കൂ, അയാളുടെ പെരുമാറ്റങ്ങൾ നോക്കൂ, അയാളുടെ ഇടപെടൽ നോക്കൂ. അയാളാണ് എന്താണ് ഞാനാണ് നിയമം എന്ന് ഹിറ്റ്ലർ പറഞ്ഞില്ലേ? I am the law എന്ന് പറഞ്ഞതുപോലെ അയാളായിരുന്നു എന്നുള്ള നിലയിലേക്ക് അയാൾ കാര്യങ്ങളെ കൊണ്ടുവന്നു. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെൻറ് സമം പിണറായി വിജയൻ സമം ഗവൺമെൻറ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ ഏകാധിപത്യം ഉണ്ടല്ലോ, അത് ഇന്ത്യയിലെന്നല്ല, കേരളത്തിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് തന്നെ ഒരിടത്തും ജനങ്ങൾ അനുവദിച്ച അനുഭവം ഇല്ല.